ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഈ മാസം 30-ന് സ്ഥാനമൊഴിയും. നാളെ രാജ്ഭവനിൽ ജീവനക്കാർ യാത്രയയപ്പ് നൽകും. പുതിയ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ജനുവരി 2-നാണ് കേരളത്തിൽ എത്തുന്നത്. അൻഫിൽ ഡിസൂസ കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. അൻഫിൽ, സർക്കാരും ഗവർണറുമായുള്ള വലിയ തർക്കങ്ങളൊക്കെ തുടരുന്നതിനിടയിലാണ് ഗവർണർ സ്ഥാനമൊഴിയുന്നത്. പുതിയ ഗവർണർ എത്തുമ്പോൾ എങ്ങനെയായിരിക്കും ഈ നീക്കങ്ങൾ? ഒപ്പം രാജ്ഭവനിൽ നാളെ ആരിഫ് മുഹമ്മദ് ഖാന് യാത്രയയപ്പും നൽകുകയാണല്ലോ. വിഷയമഖില, നാളെയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് രാജ്ഭവൻ ഔദ്യോഗികമായി യാത്രയയപ്പ് നൽകുന്നത്. നാളെ വൈകിട്ട് 4 മണിക്കാണ് യാത്രയയപ്പ് ചടങ്ങ് തീരുമാനിച്ചിരിക്കുന്നത്. അല്പം മുമ്പാണ് രാജ്ഭവനിൽ നിന്ന് ഔദ്യോഗികമായി വാർത്താക്കുറിപ്പ് വരുന്നത്. രാജ്ഭവനിലെ ജീവനക്കാരാണ് അദ്ദേഹത്തിന് നാളെ യാത്രയയപ്പ് നൽകുന്നത്. പക്ഷേ ഇത് സർക്കാർ ഇതിന്റെ ഭാഗമാക്കാകുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും ഉറപ്പില്ല. സാധാരണഗതിയിൽ ഗവർണർമാർ സ്ഥാനം ഒഴിഞ്ഞു പോകുമ്പോൾ അവർക്ക് രാജ്ഭവൻ ഒരു ഔദ്യോഗികമായ ഒരു യാത്രയയപ്പ് നൽകാറുണ്ട്. അതാണ് നാളെ തീരുമാനിച്ചിരിക്കുന്നത്. ഈ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ആകട്ടെ 30 വരെ കേരളത്തിൽ ചുമതലയിലുണ്ടാകും. 30-ാം തീയതി മാത്രമാണ് അദ്ദേഹം ഔദ്യോഗികമായി ചുമതലയിൽ നിന്ന് ഒഴിയുന്നത്. അതിനുശേഷമാണ് പുതിയ ഗവർണറായിരിക്കുന്ന ഡോക്ടർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ കേരളത്തിലെത്തുന്നത്. അദ്ദേഹം പുതിയ ഗവർണർ 2-ാം തീയതിയാണ് കേരളത്തിലെത്തുന്നത്. അന്ന് തന്നെ പുതിയ ഗവർണറുടെ സത്യപ്രതിജ്ഞ ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. കാരണം 2-ാം തീയതി എന്ന് പറയുന്നത് മന്നം ജയന്തിയാണ്. സംസ്ഥാനത്ത് അന്ന് ഹോളിഡേ, അവധി ദിവസമാണ്. ഹോളിഡേ ആയതിനാൽ അന്ന് സത്യപ്രതിജ്ഞ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നില്ല. കാരണം ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആണ് സത്യവാചകം ചൊല്ലിക്കെടുക്കേണ്ടത്. മാത്രമല്ല, മുഖ്യമന്ത്രിയും എല്ലാ മന്ത്രിമാരും രാജ്ഭവനിൽ സന്നിഹിതരായിരിക്കണം. ഈ സാന്നിധ്യത്തിലാണ്, മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരുടെ സാന്നിധ്യത്തിലാണ് സത്യപ്രതിജ്ഞ ചടങ്ങ് നടക്കേണ്ടത്. അതുകൊണ്ട് തന്നെ 2-ാം തീയതി അദ്ദേഹം പുതിയ ഗവർണർ കേരളത്തിലെത്തുമ്പോൾ സത്യപ്രതിജ്ഞ അന്നുണ്ടാകാനുള്ള സാധ്യതയില്ല. തൊട്ടടുത്ത ദിവസമായ 3-ാം തീയതി ആകാനാണ് ഏറെക്കുറെ സാധ്യത. പക്ഷെ അത് സംബന്ധിച്ച് ഔദ്യോഗികമായ വാർത്താക്കുറിപ്പ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും രാജ്ഭവനിൽ നിന്നും ഇനി ഇറക്കാനിരിക്കുന്നതേ ഉള്ളൂ. മറ്റൊന്ന്, പുതിയ ഗവർണർ, നിലവിലെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നാളെ രാജ്ഭവൻ ഔദ്യോഗികമായി യാത്രയയപ്പ് നൽകുന്നു. എന്നാൽ സാധാരണഗതിയിൽ ഗവർണർമാർ പോകുമ്പോൾ മുഖ്യമന്ത്രി അല്ലെങ്കിൽ സർക്കാർ ഒരു യാത്രയയപ്പ് ഔദ്യോഗികമായി നൽകുന്നതാണ്. പക്ഷെ അത് ഈ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ കാര്യത്തിൽ ഉണ്ടാകുമ്പോൾ തന്നെയാണ് നമുക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. പക്ഷെ അത് എന്ന്, എപ്പോൾ എന്ന കാര്യത്തിൽ ഇപ്പോഴും തീരുമാനമായിട്ടില്ല. കഴിഞ്ഞ ഈ ആരിഫ് മുഹമ്മദ് ഖാൻ മുൻപ് ഗവർണറായിരുന്ന ജസ്റ്റിസ് പി സദാശിവം, അദ്ദേഹം ഗവർണർ പദവി ഒഴിഞ്ഞു പോകുമ്പോൾ മസ്കറ്റ് ഹോട്ടലിൽ മുഖ്യമന്ത്രിയുടെ സർക്കാരിന്റെ ആഭിമുഖ്യത്തിൽ വലിയ രീതിയിൽ തന്നെ ഒരു യാത്രയയപ്പ് ചടങ്ങ് നൽകിയിരുന്നു. അതിന് മുമ്പുള്ള ഗവർണർമാരും പോകുമ്പോൾ സാധാരണഗതിയിൽ അതാത് സർക്കാരുകൾ ഔദ്യോഗികമായ ഒരു യാത്രയയപ്പ്, ഒരു ഊഷ്മളമായ ഒരു യാത്രയയപ്പ് നൽകാറുണ്ട്. ഉറപ്പായും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ കാര്യത്തിലും സർക്കാർ നൽകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷേ ഈ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അതിനോട് എത്രത്തോളം സഹകരിക്കുമെന്ന കാര്യത്തിലൊക്കെ തന്നെയും ചില സംശയങ്ങൾ ഇപ്പോഴും ബാക്കി നിൽക്കുകയാണ്. എന്നിട്ട് രാജ്ഭവൻ നാളെ ഔദ്യോഗികമായി വൈകിട്ട് അദ്ദേഹത്തിന് യാത്രയയപ്പ് നൽകുന്നു. അതിനുശേഷം 30-ാം തീയതി വരെ അദ്ദേഹം ഗവർണർ എന്ന ചുമതലയിൽ തന്നെ ഉണ്ടാകും. അതിനുശേഷം 2-ാം തീയതി അദ്ദേഹം ഇവിടെ നിന്ന്, കൊച്ചിയിൽ നിന്നാണ് ബീഹാറിലേക്ക് യാത്രയാകുന്നത്. അദ്ദേഹം കൊച്ചിയിൽ നിന്ന് 2-ാം തീയതി ബീഹാറിലേക്ക് യാത്രയാകുന്ന അന്നേ ദിവസം തന്നെയാണ് പുതിയ ഗവർണർ ഡോക്ടർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറും കേരളത്തിലെത്തുന്നത്. അതിനുശേഷം തൊട്ടടുത്ത ദിവസം തന്നെയാകും അദ്ദേഹത്തിന്റെ സത്യപ്രതിജ്ഞ. നിലവിൽ സർക്കാരിന് പുതിയ ഗവർണർ ഏത് രീതിയിലാകും അദ്ദേഹത്തിന്റെ സമീപനം? കാരണം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും മുഖ്യമന്ത്രി പിണറായി വിജയനും സർക്കാർ ഗവർണർ പോരുന്നത് വലിയ രീതിയിൽ തന്നെ വിവിധ വിഷയങ്ങൾ, സർവകലാശാല വിഷയമായാലും ബില്ലുകളുടെ വിഷയമായാൽ പോലും വലിയ രീതിയിൽ തന്നെ പരസ്യമായി ഏറ്റുമുട്ടലും നയപ്രഖ്യാപന പ്രസംഗം പോലും വായിക്കാൻ തയ്യാറാകാതെ ഇറങ്ങിപ്പോയതും ഒക്കെ വലിയ രീതിയിൽ ചർച്ചയും വിവാദവും ഒക്കെ, നിയമ പോരാട്ടം വരെ, സുപ്രീം കോടതി വരെ നിയമ പോരാട്ടം നടത്തിയതാണ്. സമാനമായ ഒരു അന്തരീക്ഷം തന്നെയാകുമോ പുതിയ ഗവർണറുടെ ഭാഗത്തും ഉണ്ടാവുക എന്നൊരു ആശങ്ക ഇപ്പോഴും സർക്കാരിനുണ്ട്. മാത്രമല്ല, ഈ 1 വർഷം ബാക്കി നിൽക്കുകയാണ്. പുതിയ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനായി. അതുകൊണ്ട് തന്നെ ഈ 1 വർഷം എന്ന് പറയുന്നത് നിലവിലെ സർക്കാരിന് വലിയ രീതിയിൽ നിർണായകമാകുന്ന ഈ ഒരു സമയത്താണ് പുതിയ ഗവർണർ വരുന്നത്. മാത്രമല്ല, ഈ പുതിയ രാജേന്ദ്ര വിശ്വനാഥ്, അദ്ദേഹത്തിന്റെ ഒരു പശ്ചാത്തലമൊക്കെ, അദ്ദേഹം നിലവിൽ ബീഹാറിലെ ഗവർണറായിരുന്നു. അതിന് മുമ്പ് ഹിമാചൽ പ്രദേശിൽ ഗവർണറായിരുന്നു. ഈ 2 സംസ്ഥാനങ്ങളിലും ഗവർണറായിരുന്ന കാലഘട്ടത്തൊക്കെ തന്നെയും അദ്ദേഹം ഹിമാചൽ പ്രദേശിലെ കോൺഗ്രസ് മന്ത്രിസഭ രൂപീകരിക്കുന്ന സമയത്തായിരുന്നു അവിടെ ഗവർണറായിരുന്നത്. അന്നും ഇത് ഈ ആരിഫ് മുഹമ്മദ് ഖാന്റെ അതേ സമാനമായ രീതിയിൽ തന്നെയായിരുന്നു രാജേന്ദ്ര അർലേക്കറും. അദ്ദേഹം രാജ്ഭവനിൽ നിന്ന് പുറത്തിറങ്ങി വിവിധ വിഷയങ്ങളിൽ, അവിടെയും കോളേജുകളും സർവകലാശാലകളും സ്കൂളുകളും തമ്മിലുള്ള വിഷയങ്ങൾ വന്നപ്പോഴൊക്കെ തന്നെ അദ്ദേഹം നേരിട്ട് അവിടെ സന്ദർശിക്കുകയും സർക്കാരിനെതിരെ വിമർശനങ്ങൾ ഉന്നയിക്കുകയും
ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. സമാനമായ സ്ഥിതി തന്നെയായിരുന്നു അദ്ദേഹം ബീഹാറിൽ നിതീഷ് കുമാർ ഇന്ത്യ സഖ്യത്തിന്റെ സഖ്യകക്ഷിയായിരുന്ന സമയത്ത് പോലും അദ്ദേഹം വിവിധ വിഷയങ്ങളിൽ നിതീഷ് കുമാറിന്റെ വേദിയിൽ ഇരുത്തി പോലും ഒരിക്കൽ സർക്കാരിനെതിരെ വലിയ രീതിയിൽ വിമർശനം ഉന്നയിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള, അങ്ങനെ വാർത്തയിൽ ഇടം നേടിയിട്ടുള്ള, അതായത് കേരളത്തിൽ ആരിഫ് മുഹമ്മദ് ഖാൻ സർക്കാരിനെ എങ്ങനെയാണ് വിമർശിച്ചത് അതേ രീതിയിൽ തന്നെയാണ് പുതിയ ഗവർണറായിരിക്കുന്ന ഡോക്ടർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറും ഈ രണ്ട് സംസ്ഥാനങ്ങളിലും അതാത് സർക്കാരുകൾക്കെതിരെ സമാനമായ നിലപാട് സ്വീകരിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ കേരളത്തിലെത്തുമ്പോഴും അദ്ദേഹം വിവിധ വിഷയം, നിലവിൽ തന്നെയും സർവകലാശാല വിഷയം, ബില്ലുകളുടെ വിഷയമൊക്കെ തന്നെയും ഗവർണർ ഒപ്പിടാതെ രാഷ്ട്രപതിക്ക് അയച്ചിരിക്കുന്ന സ്ഥിതി ഇപ്പോഴും തുടരുകയാണ്. ആ വിഷയങ്ങളിലൊക്കെ പുതിയ ഗവർണർ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നത് സർക്കാരിന് ആശങ്കയിൽ തന്നെയാണ്. എന്തായാലും വരുന്ന ഒരു വർഷക്കാലം പിണറായി വിജയൻ സർക്കാരിനും നിർണായകം തന്നെയാണ്. പുതിയ ഗവർണറുമായൊരു ഏറ്റുമുട്ടൽ ഉണ്ടാകുമോ എന്നുള്ള കാര്യം എന്തായാലും വലിയ ആകാംക്ഷയിൽ തന്നെയാണ് സർക്കാരും രാജ്ഭവനിലും ഒക്കെ ഇരിക്കുന്നത്. ശരി അനുസരിച്ച് ഏതായാലും ആരിഫ് മുഹമ്മദ് ഖാന് രാജ്ഭവൻ യാത്രയയപ്പ് നൽകുകയാണ്. സർക്കാർ ഒരു യാത്രയയപ്പ് നൽകാൻ തീരുമാനിച്ചാൽ ഗവർണർ അതിൽ പങ്കെടുക്കുമോ എന്നുള്ള കാര്യമാണ് ഇനി അറിയേണ്ടതൊപ്പം പുതിയ ഗവർണറും സർക്കാരും തമ്മിൽ എങ്ങനെയായിരിക്കും മുന്നോട്ട് പോവുക എന്നതും കണ്ടു തന്നെ അറിയാം. ആൻഫ്രഡ് ഡിസൂസയാണ് വിവരങ്ങൾ നൽകിയത്.